ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പെർഫെക്റ്റ് കുക്കർ ചിക്കൻ ആണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയോട് കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 കിലോ തൂക്കം വരുന്ന ഒരു ഫുൾ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 വലിയ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും. ചിക്കൻ മസാല ഓപ്ഷണലാണ് കേട്ടോ. 1.5 വലിയ സ്പൂൺ തൈരും 1 വലിയ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരിന് പകരം വിനാഗിരി എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുൾ ചിക്കൻ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ചെറിയ ചിക്കൻ നോക്കി എടുക്കുന്നതാട്ടോ. എനിക്കിപ്പോൾ വലുതാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഇറക്കി വെക്കാൻ പാകത്തിനുള്ള കുക്കർ എടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നിരുന്നു. അപ്പോൾ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ നല്ല പോലെ പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ കാല അടർന്നു പോകും വെന്ത് വന്നാൽ. അപ്പം അതുകൊണ്ട് കാലൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കാൻ പാകത്തിനുള്ളൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൽ അടിയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇറക്കി വെച്ചിട്ട് ചിക്കൻ്റെ സൈഡൊന്നും കുക്കറിൽ തട്ടാത്ത രീതിയിൽ വെക്കണം കേട്ടോ. തട്ടുന്ന ഭാഗം അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഈ കുക്കറൊന്ന് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. കാരണം ഇത് വലിയ കുക്കറല്ലേ, അപ്പോൾ ചെറിയ തീയിൽ വെക്കുമ്പോൾ കുറേ സമയം വെക്കേണ്ടി വരും ഇത് ചൂടായി വരാൻ തന്നെ. അപ്പോൾ നമ്മുടെ കൈയൊന്ന് പൊള്ളുന്നതിൻ്റെ പുറത്ത് കുക്കറിൻ്റെ അടപ്പുമ്പോൾ തൊടുന്ന സമയത്ത് കൈയൊന്ന് പൊള്ളി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ടത് 15 മിനിറ്റാണ് കേട്ടോ ഞാൻ അത് ലോ ഫ്ലെയിമിൽ വെച്ചത്. അപ്പോൾ ഇത് ഇത്രയും വലിയ ചിക്കനും 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ചെറുതാണെങ്കിൽ ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് ഇതൊന്ന് മൊരിയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒരു കടായിൽ ചൂടാക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ആ ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് നല്ല പോലെ മൊരിയിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് കുക്കറിലല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും ഇത് ഫ്രൈ ചെയ്യാൻ. പിന്നെ ഒരുപാട് ഓയിലും വേണ്ടി വരും. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരുപാട് എണ്ണ വേണ്ടി വരും, കുറേ സമയവും വേണം. അപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ വലിയ ജീരകം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും 1 കപ്പ് ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാനിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർക്കാണ് കേട്ടോ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ എണ്ണ മതി നമുക്കിത് മൊത്തത്തിൽ ഉണ്ടാക്കാനായിട്ട്. പലതവണയായിട്ട് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തോന്നുകയാണ് കേട്ടോ. മസാല പുരട്ടാനും എല്ലാം കൂടി ചേർത്തിട്ട് 4 ടേബിൾ സ്പൂണോളം എണ്ണ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയൊക്കെ അല്ലേ അത് ചേർക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ആ ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 വലിയ സ്പൂൺ നാരങ്ങ നീരും പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് 1 വലിയ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാനിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും നമ്മളിത് ഈ മസാലയിൽ ചിക്കൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ ആ മസാലയിലെ പച്ചമണം ഒക്കെ മാറി മസാല നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനിൽ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട്
ചെറിയ തീയിലൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് കിട്ടും. നമ്മളിപ്പോൾ ഓൾറെഡി മസാലയൊക്കെ തേച്ച് 4 മണിക്കൂറൊക്കെ വെച്ച് ഫ്രൈ ചെയ്ത ചിക്കനാണല്ലോ. അതുകൊണ്ട് ഈ ഒരു മസാല ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പാർട്ടികളിലൊക്കെ വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി, കുബൂസ്, പിന്നെ എന്തെങ്കിലും റൈസുകളുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ കാല് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ അത് വിട്ട് വരും. അപ്പോൾ നല്ല പോലെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്